ഈ സാൻഡ്വിച്ചിനായിട്ടൊരു ഗ്രീൻ ചട്നി ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു ചെറിയ കെട്ട് മല്ലിയിലയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതും ഒന്ന് നമുക്ക് കട്ട് ചെയ്തിടാം. പിന്നെ ഇതുപോലുള്ള ഒരു ചെറിയ സവാളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അതും നമുക്കൊന്ന് കട്ട് ചെയ്തിടാം. പിന്നെ ഇതിലേക്ക് ബട്ടറാണ്, 2 ടേബിൾ സ്പൂൺ ബട്ടർ എടുക്കുന്നുണ്ട്. ഇത് സോൾട്ടഡ് ബട്ടറാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. അരച്ചതിന് ശേഷം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അന്നേരം ചേർത്താൽ മതി. ഇനി ഒരു 1/2 ടീസ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വിനാഗിരിയുടെ സ്ഥാനത്ത് നാരങ്ങ നീരെടുത്താലും മതി. പിന്നെ ഒരു 2-3 പുതിനയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതിനി നന്നായി ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് നമ്മളിനി ബ്രെഡിൽ തേച്ച് കൊടുക്കുന്നത്. ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡിൻ്റെ സ്ലൈസിൽ തൂത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ബ്രെഡിൻ്റെ സൈഡ്സ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സ്ലൈസ് എടുത്ത് അതിൽ നമുക്ക് ഈ ചട്നി തേച്ച് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ സിമ്പിളും ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണിത്. നിങ്ങൾ വീട്ടിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അത്ര എളുപ്പത്തിലാണ് നമുക്കൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇനി മറ്റൊരു സ്ലൈസ് കൊണ്ട് നമുക്ക് അതിന് മുകളിലായിട്ട് വയ്ക്കാം. നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.